ഇനി പോരാട്ടം റഷ്യയും നാറ്റോ സഖ്യവും തമ്മിൽ. റഷ്യ യുക്രൈൻ യുദ്ധം രൂക്ഷമായി തുടരുന്നതിനിടെ യുക്രൈന് നാറ്റോ സഖ്യം പിന്തുണ നൽകിയതാണ് റഷ്യയെ ചൊടിപ്പിച്ചത്. നാറ്റോയ്ക്കെതിരെ റഷ്യ തിരിയാനുള്ള കാരണവും ഇതുതന്നെ. നാറ്റോ സേനയെ തുരത്താൻ റഷ്യ അതിർത്തിയിൽ മിസൈലുകളും കൂടുതൽ സൈനികരെയും വിന്യസിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നു. അതിർത്തിയിൽ മാസങ്ങളായി നാറ്റോ സേന സൈനികാഭ്യാസം നടത്തുകയാണ്. ഈ സൈനിക അഭ്യാസം തങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമായാണ് റഷ്യ കാണുന്നത്. പ്രകോപനം തുടർന്നാൽ മുന്നറിയിപ്പില്ലാതെ ആക്രമണം ഉണ്ടാകുമെന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഹൈപ്പർസോണിക് മിസൈലുകളടക്കം റഷ്യ വിന്യസിച്ചിരിക്കുന്നത്. ആക്രമണം ഉണ്ടായാൽ കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമാകുമെന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ അഭിപ്രായം. ബഹിരാകാശ പ്രതിരോധ വ്യോമയാന രംഗങ്ങളിൽ വിപ്ലവം സൃഷ്ടിക്കുന്നതാണ് ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യ. ഇത്തരത്തിലുള്ള 4 വിഭാഗം ഹൈപ്പർസോണിക് മിസൈലുകളാണ് റഷ്യ വിന്യസിച്ചിരിക്കുന്നത്. സബ്സോണിക്, ട്രാൻസോണിക്, സൂപ്പർസോണിക്, ഹൈപ്പർസോണിക് വിഭാഗത്തിൽപ്പെട്ടവയാണ് അവ. പൊതുവെ ഹൈപ്പർസോണിക് മിസൈലുകളെ തടയാനോ ചെറുക്കാനോ പാടാണ്. ഇതിനെ നാറ്റോ സേന എങ്ങനെ നേരിടുമെന്ന് കണ്ടറിയണം. യുക്രൈൻ റഷ്യ സംഘർഷം ആരംഭിച്ച ശേഷം നാറ്റോ സഖ്യവുമായി നേരിട്ടുള്ള ഒരു യുദ്ധം റഷ്യ നടത്തിയിട്ടില്ല. ആദ്യമായാണ് നാറ്റോയ്ക്കെതിരെ നേരിട്ടുള്ള യുദ്ധപ്രഖ്യാപനവുമായി റഷ്യ രംഗത്തെത്തുന്നത്. റഷ്യൻ ആക്രമണത്തിൽ ഇതുവരെ യുക്രൈനിൽ 2037 സൈനിക സന്നാഹങ്ങൾ തകർന്നതായി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. 71 കമാൻഡ് പോസ്റ്റുകളും കമ്മ്യൂണിക്കേഷൻ സെന്ററുകളും 98 S-300 മിസൈൽ കവചങ്ങളും 61 റഡാർ സ്റ്റേഷനുകളും ഇതിൽ ഉൾപ്പെടുന്നു. യുക്രൈൻ നഗരങ്ങളിൽ വൻ ബോംബാക്രമണങ്ങൾ നടത്തി നഗരങ്ങൾ കീഴടക്കാൻ റഷ്യ ഒരുങ്ങുന്നതായി രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിനു പിന്നാലെ നാറ്റോ സേന 1000ഓളം കൂലിപ്പട്ടാളക്കാരെ അതിർത്തിയിൽ വിന്യസിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് കടുത്ത നടപടിയിലേക്ക് റഷ്യ കടന്നത്.